ഹായ് ഹലോ നമസ്കാരം. എൻ്റെ പേര് ഷീജ സ്ട്രീംലാൻഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ കാച്ചിയ എണ്ണയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ നന്നായിട്ട് മുടി വളരാനും അതുപോലെ പിന്നെ എന്താണ് താരനകറ്റാനും ഒക്കെ പറ്റിയൊരു ഔഷധ ഗുണമുള്ള ഒരു എണ്ണയാണ് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിലേക്ക് നമുക്ക് 10 ചെറിയ ഉള്ളി എടുക്കുക, പിന്നെ 7 നവരയില എടുക്കുക, ഒരു പിടി തുളസിയില എടുക്കുക. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് വരാം നമുക്ക്. അപ്പോൾ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 10 ചെമ്പരത്തിപ്പൂവ്, ഒരു 5 ചെമ്പരത്തി ഇല, അതിൻ്റെ കൂടെ എനിക്ക് 3 മുട്ട് കിട്ടിയായിരുന്നു, ഞാൻ അതും കൂടെ ഇട്ടിട്ടുണ്ട്. ഇനി ജസ്റ്റ് ക്രഷ് ചെയ്തിട്ട് വരാം. ഇനി ഇതിലേക്ക് അലോവേര വലിയ തണ്ടാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് 2 സൈഡും കട്ട് ചെയ്തിട്ട് ജസ്റ്റ് കഴുകിയെടുത്ത്, അപ്പോൾ ചൊറിച്ചിൽ വരുവാണെങ്കിൽ അത് മാറും, അതുകൊണ്ടാണ് ജസ്റ്റ് കട്ട് ചെയ്തെടുത്തിട്ട് അരച്ചപ്പോൾ ഈ ഒരു പരുവായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 സ്പൂൺ ഉലുവ ഇടാം. ഇനി നമുക്ക് ഒരു വലിയ പിടി കൈതോന്നി ഇടാം. ഇത് നന്നായിട്ട് അരഞ്ഞു വരാനായിട്ട് അലോവേരയുടെ ബാക്കി പീസും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അരച്ചെടുത്തതിന് ശേഷം ഇരുമ്പ് ചീനിച്ചട്ടിയിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇരുമ്പ് ചീനിച്ചട്ടി ഇല്ലാത്തവർക്ക് അലുമിനിയത്തിൻ്റെ ചീനിച്ചട്ടി ആയാലും യൂസ് ചെയ്യാൻ പറ്റും. ഇതാദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ബാക്കി വരുന്ന വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുക. 1/2 ലിറ്റർ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. ഇനി നമുക്ക് ഗ്യാസിലോട്ട് വെച്ച് ഗ്യാസ് ഓൺ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് വച്ചേക്കുന്നത്. ഇത് തിള വന്ന് തുടങ്ങിയതിന് ശേഷം അപ്പം കണ്ടത് നന്നായിട്ട് തിള വന്ന് തുടങ്ങിയിട്ട് നല്ല പതഞ്ഞ് പൊങ്ങുന്നുണ്ട്. ഇനി നമ്മളത് പതഞ്ഞ് വരുന്നുണ്ട്. ഇനി നമുക്കത് ലോ ഫ്ലെയിമിലോട്ട് മാറ്റാം. കറക്റ്റ് 1.25 മണിക്കൂർ ആകുമ്പോഴത്തേക്കും ഈ ഒരു പരുവത്തിൽ നമ്മുടെ എണ്ണ ആവും. അപ്പം നമ്മുടെ എണ്ണ റെഡി ആയിട്ടുണ്ട്. ഇത് പിന്നെ ലോ ഫ്ലെയിമിലിട്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ട് ഇരിക്കണം. കാരണം ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരുന്നില്ല എന്നുണ്ടെങ്കിൽ അത് അടിയിൽ പിടിക്കും. അപ്പോൾ അടിയിൽ പിടിച്ച് കഴിഞ്ഞാൽ ഒരു സൈഡ് മാത്രം കരിഞ്ഞ് അങ്ങനെ, അപ്പോൾ ഫുൾ അതിൻ്റെ ഗുണവും കിട്ടത്തില്ല. പിന്നെ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് കറിവേപ്പില ഒരു 5 തണ്ട് കറിവേപ്പില ഇടാം. പിന്നെ വേപ്പില വേണം എന്നുണ്ടെങ്കിൽ ഒരു 5 ഇല ഇടാം. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് നീലാമരി വേണം എന്നുള്ളവർക്ക് അതും ഇടാൻ പറ്റും. അത് വേണം എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നല്ലൊരു എണ്ണയാണ്. ഞാൻ എൻ്റെ മക്കൾക്ക് പരീക്ഷിച്ച് നോക്കി വിജയിച്ച എണ്ണയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ട് ഞാൻ എൻ്റെ ചാനലിലോട്ട് ഇത് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി പിന്നെ ഉപയോഗിച്ച് നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്